ഹായ് ഓൾ, ഇന്ന് എൻ്റെ അനിയത്തിയുടെ വളകാപ്പ് വീഡിയോയാണേ. അപ്പം രാവിലെ തന്നെ 5 മണിക്ക് തന്നെ അവർ വൈറ്റ് പൊങ്കാല ഇട്ടു. 6 മണിക്ക് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പൊങ്കാല ഇറക്കേണ്ടതുകൊണ്ട് 5 മണിക്ക് പൊങ്കാല ഇട്ട് ഇറക്കി. അത് കഴിഞ്ഞ് അവളുടെ സാരി മാറി കുറച്ച് ഫോട്ടോഷൂട്ട് നടത്തി. അനിയത്തിയുടെ ഹസ്ബൻഡും അവളും കൂടി കുറച്ച് ഫോട്ടോസും, പിന്നെ ഞാനുമായിട്ടും കുറച്ച് ഫോട്ടോസ്, പിന്നെ എൻ്റെ നാത്തൂൻസുമായിട്ടും എല്ലാം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചടങ്ങിലേക്ക് കടന്നു. ചടങ്ങിൽ ആദ്യമേ ചന്ദനം തേക്കലായിരുന്നു. ചന്ദനം തേച്ചിട്ട് പലഹാരം കൊടുത്ത് വളയിടിയില്ല. ഇത്രയായിരുന്നു ചടങ്ങുകൾ. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യമേ ചെയ്തത് ഞങ്ങളുടെ അമ്മാമ്മയാണ്. അമ്മ ഇല്ലാത്തതുകൊണ്ട് അമ്മാമ്മയാണ് ഫസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് അവളുടെ അമ്മ, അതായത് അവളുടെ ഹസ്ബൻഡിൻ്റെ അമ്മ വന്ന് ചെയ്ത്. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം ആ വീഡിയോ എങ്ങനെയോ മിസ്സായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അമ്മ വന്നാണ് ചെയ്തത്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ വന്നാണ് ചെയ്തത്. അത് കഴിഞ്ഞാണ് ഞാൻ പോയി ചെയ്തത്. ഞാൻ പോയപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഒരു താഴെ പോകുന്നുണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമായിരുന്നു. അത് കാരണം പിന്നെ അവനെയും വെച്ചുകൊണ്ട് ഞാൻ പോയി ചെയ്ത്. അത് കഴിഞ്ഞ് എൻ്റെ വല്യമ്മച്ചിയുടെ മോൻ ചെയ്തു, നാത്തൂൻസ് ഓരോരുത്തരായിട്ട് വന്ന് ചെയ്തു, വല്യച്ഛൻ ചെയ്തു. അങ്ങനെ പല ആൾക്കാർ വന്ന് ചെയ്തു. എല്ലാവരുടെയും കുറേശ്ശെ വീഡിയോകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നാത്തൂൻസ് എല്ലാം കൂടെ ഒരുമിച്ച് പോയെന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം എല്ലാവരും പറഞ്ഞ് അങ്ങനെ ചെയ്യേണ്ട, ഓരോരുത്തരായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പോയി ചെയ്ത്. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് പോയി ചെയ്തത് ഒരു പ്രതികാര തീർക്കൽ കണക്കാണ് ഹസ്ബൻഡ് ചെയ്തത്. കാരണം ഞങ്ങളുടെ വൈറ്റ് പൊങ്കാല സമയത്ത് എല്ലാവരും ഇങ്ങനെ പലഹാരം തന്ന് ഞങ്ങളെ കൊന്നു. അത് കാരണം അവൾക്ക് എല്ലാ പലഹാരത്തിനും കൊടുത്ത് എല്ലാം തീറ്റിച്ചിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഇറങ്ങിയത്. 7 കൂട്ടം പലഹാരങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്, 7ാമത്തെ ചടങ്ങായതുകൊണ്ട്. അപ്പോൾ 7 പലഹാരങ്ങളും 2 പേർക്കും, അതും കുറേശ്ശൊന്നുമില്ല, നിറയെ വെച്ച് കൊടുത്ത് നമുക്ക് ചവയ്ക്കാൻ പോലും വയ്യാത്ത രീതിയിൽ വെച്ച് കൊടുത്തോണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഏകദേശം പലഹാരം കൊടുപ്പ് കഴിഞ്ഞ് കൈ തുടച്ചതിന് ശേഷം വളയെടുക്കൽ കഴിഞ്ഞ് വിഷ്ണു പോയി. അത് കഴിഞ്ഞ് എൻ്റെ വല്യമ്മച്ചിയുടെ മോൻ വളയിട്ടില്ലായിരുന്നു. അവൻ പിന്നെ വന്നാണ് വളയിടുന്ന രോട്ട് വളയിട്ടത്. അത് കഴിഞ്ഞാണ് അവളുടെ അമ്മായിയച്ഛൻ വന്നത്. ഇതാണ് അവളുടെ അമ്മായിയമ്മ. നേരത്തെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല, ചടങ്ങ് ചെയ്തപ്പോൾ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അച്ഛൻ ചെയ്തപ്പോൾ അവിടെ കൂടെ വന്ന് നിൽപ്പുണ്ട്. അച്ഛൻ വന്നപ്പോഴത്തേന് വള തീർന്നു പോയായിരുന്നു. അങ്ങനെ വള തപ്പുക എവിടെയെന്ന്. അങ്ങനെ പിന്നെ ഒരു വള ഉണ്ടായിരുന്നതിനെ എടുത്ത് കൊടുത്ത് അച്ഛനിട്ട്, പിന്നെ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും വള പോയി എടുത്തിട്ട് വന്ന്. അവളുടെ കൈ നിറയെ കുപ്പിവളകളായിരുന്നു. എല്ലാവരും ഇട്ട് കൈ അനക്കാൻ വയ്യാത്ത നമുക്ക് കുപ്പിവളകളുണ്ടായിരുന്നു. ഇതെൻ്റെ വേറൊരു നാത്തൂനാണ്, അതായത് എൻ്റെ അമ്മായിയമ്മയുടെ മോൾ അല്ല, അമ്മായിയമ്മയുടെ ചേച്ചിയുടെ മോളാണ്. ഇതാണ് എൻ്റെ സ്വന്തം നാത്തൂൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഇതാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിപ്പുണ്ടായിരുന്നു. ഫുഡ് കഴിപ്പിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. ഞങ്ങൾ നാത്തൂർക്ക് എല്ലാവരും ഒരേ കണക്കത്തെ ഡ്രസ്സൊക്കെ ഇട്ടത് കൊണ്ട് ഞങ്ങളുടെ ഫോട്ടോസ് എടുപ്പായിരുന്നു കൂടുതലും. ഞങ്ങൾ പല പോസ്റ്റിൽ കുറേ ഫോട്ടോസ് എടുത്തു, എല്ലാം ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയില്ല. പിന്നെ വിഷ്ണു വന്നപ്പോൾ താമസിച്ചു എൻ്റെ ഹസ്ബൻഡ്. അത് കാരണം ഞങ്ങൾ തമ്മിലൊരു ഫോട്ടോ എടുക്കലൊന്നും നടന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ സാരി മാറി അമ്മാമ്മയുടെ കൂടെ വീട്ടിലെത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിൽ വിഷ്ണുവും ഋതുവിനെയും വെച്ചൊരു ഫോട്ടോ ഞാനെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.